കൂട്ടുകാരെന്നെ വിളിക്കുന്ന. ഇപ്പോൾ എല്ലാവരും ഒരേ പ്രായക്കാരാണ്. അതെ. അപ്പം ഞാൻ ഈ കരീം സാറിൻ്റെ കൂട്ടത്തിൽ കൊറോണ തുടങ്ങിയ ആ സമയത്താണ്. അതിന് മുൻപ് ഞാൻ ഒരു വർഷം സൈക്കോളജി ആൻഡ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എറണാകുളത്ത്. അപ്പം അതിനിടയ്ക്കാണ് കൊറോണ വന്നത്. അപ്പം അത് ബ്രേക്കായി. അപ്പം ആ സമയത്താണ് എങ്ങനെയോ എനിക്ക് ഇതുപോലത്തെ ഒരു ലിങ്ക് കിട്ടി. ഞാൻ ജസ്റ്റ് അതിനകത്ത് കയറി. അത് ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്നുള്ള കോഴ്സായിരുന്നു ഞാൻ ആദ്യം ചെയ്തത്. അതെനിക്ക് ഭയങ്കര, അതൊരു മാസത്തെ കോഴ്സായിരുന്നു സാർ. അത് വളരെ നല്ലൊരു പുതിയ അറിവുകളായിരുന്നു. അത് വളരെ ആദ്യമേ അറിയത്തില്ലായിരുന്നു എങ്ങനെ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് എല്ലാവരിലും ഇത് എത്തിക്കണം, ഇങ്ങനെയുള്ള അറിവുകൾ ഒത്തിരി പേരുടെ മനസ്സിലേക്ക് എത്തണം എന്നുള്ള ഒരു ചിന്ത വന്നു. അപ്പം അങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് അടുത്ത കോഴ്സസ് അറിയതപ്പം ഈ മൈൻഡ്ഫുൾനെസ് ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാവരോടും ഞാൻ പറയുകയാണ്, ഒരു പ്രാവശ്യം ചെയ്തിരിക്കണം. അത് മൈൻഡ്ഫുൾനെസ് ആണ് നമുക്ക് വേണ്ടത്. മൈൻഡ്ഫുൾനെസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. കാരണം ആ നിമിഷം, ഓരോ നിമിഷവും ആസ്വദിച്ച് നന്ദിയോടുകൂടി ജീവിക്കാനാണ് മൈൻഡ്ഫുൾനെസ്സിൻ്റെ സംഭവം. അപ്പോൾ അത് എല്ലാവരും ചെയ്യുക. പിന്നെ എന്താണ് പറയുന്നത്, ഞാൻ ഒത്തിരി ഈ പറഞ്ഞ ഈ കൊറോണ കാലത്ത് ഒത്തിരി ക്ലാസ്സുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഓൺലൈൻ തന്നെ. എപ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുവാണ്, വേറെ പോകുന്നുമില്ല, വീട്ടിൽ തന്നെയാണ്. അപ്പോൾ പല ഇതുപോലെ ലിങ്ക്സ് എനിക്ക് കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഈ കരീം സാറിൻ്റെ അത് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അത്ര ഒരു ഡീപ്പായിട്ട് നമ്മളോട് കൂടെ ചേർന്ന്, അത് തന്നെയല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സാറ് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് സാർ എടുക്കുന്നത്. അതെന്നെ വല്ലാതെ ആകർഷിച്ച ഒരു കാര്യം. എനിക്കും അങ്ങനെ തന്നെയാണ്, എനിക്കും ഇഷ്ടം. ഞാനും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് സ്വയം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര ആഗ്രഹം. അപ്പം അത് തന്നെയാണ് സാറും ചെയ്യുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം മറ്റുള്ള സാറുമാരൊക്കെ ചിലപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും, സാറിന് എക്സ്പീരിയൻസ് ഉണ്ടോ? അത് ഇപ്പം നമ്മളത് നമുക്ക് എക്സ്പീരിയൻസ് വേണം നിർബന്ധമൊന്നുമില്ല. അത് നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അങ്ങനെ ചെയ്യുക, ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ അതുകൊണ്ടാണ് കരീം സാറിൻ്റെ കൂടെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ ഓരോ കോഴ്സുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഒത്തിരി കോഴ്സുകൾ, LLP, ഇതുപോലെ തന്നെ EFT, പിന്നെ എന്നെഗ്രാം, അങ്ങനെ കുറേ കോഴ്സുകൾ ഈ കൊറോണ കാലം എനിക്ക് സമ്മാനിച്ചു. അങ്ങനെ അപ്പം അതുപോലെ തന്നെ ബദറുദ്ദീൻ സാറ്, അങ്ങോട്ടേ അറിയുന്ന ഒരു ബദറുദ്ദീൻ സാറാണ്. വളരെ ആത്മാർത്ഥതയോടെ കരീം സാറിനോട് ചേർന്ന് കൂട്ടായിട്ട് നിന്ന് ഇതുവരെ പിരിയാതെ ശരിക്കും വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പിന്നെ ഏത് കാര്യം എപ്പോൾ ചോദിച്ചാലും സംശയം തീർക്കാനും നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും സ്വന്തം എക്സ്പീരിയൻസിൽ നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് നമുക്കത് സ്വീകാര്യമായിട്ട് തോന്നും സാറ് പറയുമ്പോഴേ. അപ്പം അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും ആദ്യമേ കുറച്ച് നാളെ സാറിൻ്റെ ക്ലാസ് കേട്ടിരുന്നു. പിന്നെ സമയക്കുറവ് കൊണ്ട് പിന്നെ അങ്ങനെ ഇരിക്കാറില്ല. പിന്നെ ഇപ്പം ഞാൻ ഇന്ന് വരാൻ നിർബന്ധിച്ചായിരുന്നു, പക്ഷെ വേറൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഇന്ന് വന്നില്ല. അപ്പം അങ്ങനെ അപ്പം എല്ലാവർക്കും ഒത്തിരി സന്തോഷം. സാറിന് ഇന്നത്തെ ക്ലാസ് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നന്ദി മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതുപോലെ നന്ദി പറയുന്നു. ഇവിടെ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ അതിലേറെ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും എല്ലാം നന്നായി വരട്ടെ, എല്ലാം നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.